ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു സ്നാസ് കിച്ചൺ. കുറേ കാലമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു വലിയൊരു ഓർഡറിൻ്റെ ഒരു പണീൻ്റെ തിരക്കിലാണ്. 10 കിലോ ബിരിയാണി, 10 കിലോ ബീഫ് വരട്ട്, പിന്നെ അതേപോലെ തന്നെ വെജിറ്റബിൾ കുറുമ, ചിക്കൻ കുറുമ, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, ചിക്കൻ പൊരിയൊക്കെ 65 ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇന്ന് എൻ്റെ ടീച്ചറെ റിട്ടയർമെൻറ്റും കൂടി അതിൻ്റെ ഓർഡറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബീഫ് വരട്ടാണ് കേട്ടോ. ബീഫ് വരട്ടാണ് ഇത്. 8 കിലോ ബീഫുണ്ട്. ഞാൻ മറ്റേ തട്ടം കൂടി ഇട്ടുണ്ടെങ്കിൽ വീട് എടുക്കാം. 10 കിലോ ചിക്കൻ കുറുമയ്ക്കുള്ള തേങ്ങ വെച്ച് മറ്റേ സ്റ്റെപ്പ് സുഖയിലുണ്ടായി. ഞാൻ ഇതിക്ക് വെള്ളം കാണാറുണ്ട്. കള്ളേ 10 കിലോ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 10 കിലോ ചിക്കനും 10 കിലോ അരിയ റൈസാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ ഏകദേശം മസാലകളൊക്കെ ഉള്ളി തക്കാളിയൊക്കെ വാട്ടി എല്ലാം റെഡിയാക്കി മസാല ചിക്കനും അതിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഊറ്റാൻ വെക്കുകയാണ്. അതേപോലെ തന്നെ മസാല ഏകദേശം വെന്ത് റെഡിയായി വരാനായിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിയുടെ ഓർഡറുള്ള ദിവസം നന്നായിട്ട് ടെൻഷൻ ഉണ്ടാവും. അവർ എല്ലാം കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് റിവ്യൂ കിട്ടുമ്പോഴാണ് ഏറ്റവും സന്തോഷം കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു ചോറ് ഊറ്റുന്ന ടൈമിലാണ് ഏറ്റവും ഒരു ടെൻഷനുള്ള സമയം കേട്ടോ. കറക്റ്റ് വേവാവണം. 3/4 വേവിൽ ഞാനെന്നും ചോറ് ഇതുപോലെ നന്നായിട്ട് വെള്ളത്തിൽ തിളപ്പിച്ച് ഊറ്റിയെടുക്കലാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ മലപ്പുറം സൈഡിലൊക്കെ അതിനെ തിളപ്പിച്ചൂറ്റിയെടുത്താണ് ബിരിയാണി വെക്കാറ്, വറ്റിച്ചിട്ടല്ല. അപ്പോൾ ഞാൻ അതിലേക്കുള്ള വലിയുള്ളി പൊരിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇതുപോലെ നന്നായി മൂപ്പിച്ചും വെക്കുന്നുണ്ട്. നെയ്യും സൺഫ്ലവർ ഓയിലും ചേർത്താണ് എണ്ണ ഇതിലാണിത് നന്നായിട്ട് മൊരിച്ചെടുക്കുന്നത് ഉണ്ട്. അപ്പോൾ മസാല ഞാൻ 2 ചെമ്പിലാക്കിയിട്ടാണ് കൊടുക്കുന്നത്, അവൈലബിലിറ്റിക്ക് അനുസരിച്ചും. പിന്നെ ചോറൊക്കെ ഇതുപോലെ ഒന്നിനോട് തൊടാത്ത ചോറാണ്. അപ്പോൾ അത്രയും 3/4 വേവിലാണ് നമ്മൾ ഊറ്റിയെടുത്തിട്ടുള്ളത്. ഇതങ്ങതിലേക്ക് കൊട്ട്. അപ്പോൾ മസാലയൊക്കെ പകുതി മസാല മറ്റേ ചെമ്പിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് വെച്ചു, 10 കിലോനുള്ളതുകൊണ്ട് തന്നെ. പിന്നെ ചോറൊക്കെ അതുപോലെ ദം ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇവിടെ മലപ്പുറം സൈഡിലും എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഓർഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുത്തു. അതുപോലെ മല്ലിച്ചപ്പും പുതിനയും അരിഞ്ഞിട്ടും അതും ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത ഉള്ളിയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി, ആ ഒരു ചൂടാക്കിയ നെയ്യുണ്ടല്ലോ അതും കൂടി മേലെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് ഈ രമ്പ ലീഫ് അതും കൂടി ഇട്ട് കൊടുത്ത്, ചോറ് ഊറ്റിയപ്പോഴും ഈ ഇലയും ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇട്ട് ദം ചെയ്തെടുക്കണം. അപ്പം നല്ല കനം വെച്ച് കൊടുത്ത് ഇതിൻ്റെ മുകളിൽ കനലും ഇട്ട് കൊടുക്കും. ഇനി അടുത്ത ചെമ്പ് ഇതുപോലെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചിക്കൻ കറിയും 65 ബീഫ് വരട്ടെ അങ്ങനെ എല്ലാം റെഡിയാക്കി അവിടെ എത്തി. പിന്നെ ടീച്ചർ വരാൻ നേരമായപ്പോഴേക്കും ടീച്ചറെ ഗസ്റ്റും ഒക്കെ വന്നിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുള്ളത് എല്ലാം എൻ്റെ ഒരു മോളെ പോലെ ചെയ്തു തരണമെന്നാണ്.
എല്ലാ ആളുകളും സ്വീകരിക്കാനും ഒക്കെ ഫുഡൊക്കെ റെഡിയാക്കി ഈ അവിടെ എല്ലാത്തിനും വേണം. അപ്പോൾ ഞാൻ എന്താ എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. 3 ഐറ്റംസൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് പാക്കാക്കി കൊണ്ടുവന്നതാണ്. വൈകുന്നേരം 4 മണിക്കാണ് ഈ ഒരു ഫംഗ്ഷൻ കേട്ടോ. ടീച്ചർ ഒരുപാട് സ്റ്റുഡൻസ് ഒരുപാട് ഇതുപോലത്തെ മൊമെൻറ്റ്സും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ കൊടുത്തതാണ് കേട്ടോ. 2005 ബാച്ചാണ് ഞങ്ങൾ 10 ഞങ്ങൾ ഒരു 4 വർഷം മുമ്പ് ഞങ്ങളൊരു ഗെറ്റ് ടുഗദർ വെച്ചിരുന്നു എൻ്റെ വീട്ടിൽ വെച്ച്. അന്ന് കൊടുത്തായിരുന്നു. അതിപ്പോഴും അവിടെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇപ്പോൾ ടീച്ചർ 4:30 ആയപ്പോഴേക്ക് എത്തിയിട്ടുണ്ട്. ടീച്ചർ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് മാഷുമാരും ടീച്ചർമാരും പിന്നെ അടുത്തുള്ള അവരുടെ നെയ്ബേഴ്സ്, അതുപോലെ ഹസ്ബൻഡിൻ്റെ ഡോക്ടർ, അതുപോലെ ടീച്ചറെ ഹസ്ബൻഡ് അസിസ്റ്റൻറ്റ് കളക്ടറായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് നാട്ടിലുള്ള ആൾക്കാരും ഫ്രണ്ട്സുകളും അങ്ങനെ ഒരുപാട് പേര് 150 ആളെ പരിപാടിയായിരുന്നു കേട്ടോ. അതിനുള്ള ഫുഡാണ് ഞാൻ റെഡിയാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 10 കിലോ ബിരിയാണിയൊക്കെ എന്താ, പിന്നെ ചപ്പാത്തി പൊറോട്ട ഒക്കെ. അപ്പോൾ ടീച്ചർ ഇതാ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഭയങ്കര സന്തോഷം ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് ചേരാൻ പറ്റിയതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മൊമെൻറ്റ്സ് നിങ്ങൾ കണ്ടു നോക്ക്. ഇനി കൊണ്ടുവന്നു അപ്പം ഞാൻ തരാം. ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഒരുപാട് വൈകിട്ടുണ്ട്. ഇത് ഉണ്ടായിട്ടുള്ളത് മാർച്ച് 31 കേട്ടോ. പക്ഷെ എനിക്ക് കുറച്ച് സുഖമില്ലായ്മ, എൻ്റേതായിട്ടുള്ള തിരക്കുകൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് കുറച്ച് ഡിലേ ആയത്. പക്ഷേ ഈ ഒരു വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്താ വെച്ചാൽ പിന്നീട് ടീച്ചർക്ക് ഇത് എടുത്ത് നോക്കാൻ പറ്റണം. അത് എൻ്റെ ഒരു യൂട്യൂബിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ടീച്ചർക്കും അതൊരു ഓർമ്മ പുതുക്കലാവും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാനത് ക്യാപ്ചർ ചെയ്തത്. ഇത് ടീച്ചറുടെ നാത്തൂനും മരുമകനെങ്ങാണ്ട്. അപ്പോൾ അവരൊക്കെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ നിൽക്കുന്നത് ടീച്ചർ അടുത്ത് അവിടെ നിൽക്കുന്നത് ഞാൻ പഠിച്ച സ്കൂളിൽ ആദ്യം ഉണ്ടായിരുന്ന അബൂബക്കർ സാറാണ് കേട്ടോ. ഇപ്പോൾ ഇരുമ്പുഴ സ്കൂളിലാണ്. അപ്പം എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് മാഷുമാരൊക്കെ അങ്ങനെയും കാണാൻ പറ്റി. അതും സന്തോഷമാണ്. അപ്പോൾ ടീച്ചർ എന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. എൻ്റെ കുട്ടിയാണ്, അവളാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്ത് തന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷമായി. ഇങ്ങനെ ഒരു മൊമെൻറ്റ്സൊക്കെ കിട്ടുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഇങ്ങനത്തെ ഒരു സത്യം പറഞ്ഞാൽ എൻ്റെ ഫുഡ് എല്ലാവരും കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ടീച്ചർ പിന്നെ ഏറ്റെടുപ്പിച്ച ദൗത്യം ഉണ്ടല്ലോ, നല്ല പെർഫെക്റ്റായി ചെയ്ത് കൊടുക്കാൻ പറ്റിയെന്ന് സന്തോഷമുണ്ട് എനിക്ക്. പിന്നെ അവരൊരു കേക്കൊക്കെ കൊണ്ടുവന്നിരുന്നു, അതൊക്കെ കട്ട് ചെയ്തു. എല്ലാവരും ഭക്ഷണം നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. കറി ഉണ്ടായിരുന്നു, ചിക്കൻ കുറുമ ഉണ്ടായിരുന്നു, അതിലേക്ക് ചപ്പാത്തി പൊറോട്ട, അതുപോലെ തന്നെ വെള്ളപ്പം അതും കൂടി ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി അതൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ എല്ലാവരും നല്ല രീതിയിൽ കഴിക്കുന്നു. നമ്മൾ ജോയേട്ടനുണ്ട്, അങ്ങനെ ഒരുപാട് അറിയണ വ്യക്തികളുണ്ട് നമ്മുടെ നാട്ടിലുള്ളതായിട്ടും. സിക്കറാക്ക, സെമീർക്ക, അങ്ങനെ സെബിറാക്ക, അങ്ങനെ ഒരുപാട് വ്യക്തികൾ നമ്മൾ മലപ്പുറം ടൗണിൽ എല്ലാവർക്കും അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.